ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും കൂടെ വീരാനുക്കയും വരുന്നുണ്ടല്ലോ. അതൊന്നും അറിയാത്ത ശ്രുതിയോട് സച്ചി ചോദിക്കും, നിന്റെ ഇളയച്ചൻ ഇപ്പോൾ എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് വിളിക്കാട്ടോ. ഇളയച്ച ഇപ്പോൾ എവിടെയുണ്ട്, ബോംബെയിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോഴേക്കും വീരാനിക്ക കയറി വരും. ഇതൊക്കെ കണ്ട് ഞെട്ടി തരിച്ച് നിൽക്കാനട്ടോ നമ്മുടെ ശ്രുതി. അന്നേരം നമ്മുടെ രേവതി പറയും, ഇവളെ നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു, ഇതുവളുടെ ചെറിയച്ഛനൊന്നുമല്ല, ഇത് ഫെബിന്റെ അമ്മാവനാ എന്നങ്ങ് പറയുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കുവാണ്. അന്നേരം വീരാനിക്ക പറയും, സച്ചിയും രേവതിയും പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇവളുടെ ഇളയച്ചനൊന്നല്ല, ഇവളുടെ കുടുംബത്തെ പറ്റി എനിക്ക് അറിയത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കും, അപ്പോൾ ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇവളുടെ ചെറിയച്ഛനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് രവിയുടെ അടുത്തേക്ക് പോവാണ്. രവിയോട് മാപ്പ് പറയാണ് നമ്മുടെ ബീരാനിക്ക. ഇവള് പറഞ്ഞ കള്ളം കേട്ട് ഞാൻ ഇവളുടെ കൂടെ കൂടി നല്ലവരായ നിങ്ങളെയൊക്കെ പറ്റിച്ചു, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രവി ചെന്നിട്ട് ശ്രുതിയെ ചീത്ത പറയാണ് കേട്ടോ. നീ എന്താ വിചാരിച്ചേ, നീ പറയുന്ന കള്ളങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ അതൊക്കെ അതുപടി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി എന്തോ ഒന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയെ പിടിച്ച് ഉന്തുന്നൊക്കെ ഉണ്ട് രവി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ എൻട്രിയാണ്. ചന്ദ്ര വന്നിട്ട് ശ്രുതിയുടെ കൈ അങ്ങ് പിടിച്ചിട്ട് പറയും, ഞങ്ങളെയൊക്കെ സ്നേഹിച്ച് നീ ഞങ്ങളുടെ കഴുത്തൊക്കെ അറുത്തല്ലോടി, നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അടി കിട്ടുന്നുണ്ട്. സോഫയിലേക്കൊക്കെ പിടിച്ച് തള്ളാണ്. അതിനുശേഷം വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഗേറ്റിന് പുറത്തേക്ക്. നീ വീടിന്റെ പടി ചവിട്ടിയാൽ നോക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് കയറി പോവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.